ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എൻ്റെ ഒരു ലൈക്ക് കൂടെ ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2024 ഹോട്ട് വീൽസ് ഇറക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് മറ്റുള്ളവരൊക്കെ ഇപ്പം ചിലർ ഫാൻറ്റസി കാർ എന്നൊക്കെ വിളിച്ചേക്കാവുന്ന, എന്നാൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പം സൗന്ദര്യം ആസ്വദിക്കുന്നവൻ്റെ കണ്ണിലാന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇപ്പം ഇത് ചിലപ്പം ചിലർക്ക് ഫാൻറ്റസി കാറായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ എനിക്കിത് ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഡിസൈനൊക്കെ ഒരു രക്ഷയില്ലാന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, ഒരു ഡീസൻ്റ് ഒരു കാസ്റ്റിംഗ് ആണ്. കൗലോൺ ഹൈപ്പർ വാൻ ആട്ടോ. അപ്പോൾ ഇത് ഹോട്ട് വീൽസ് മെട്രോ എന്ന കാറ്റഗറിയിൽ 10ാമത്തെ കാറാണ് കേട്ടോ. 10 കാറിൽ 10ാമത്തെ കാറായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് കുറേ പേർക്ക് ഇതൊരു ഫാൻറ്റസി കാറല്ല, ഇതിനെന്താ സ്പെഷ്യൽ മറ്റുള്ള മെയിൻ ലൈൻസിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും റെയറായിട്ടുള്ള സാധനമൊക്കെ ഇടുമ്പോൾ ഞാനിതിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും കാണും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് അത്ര നല്ല കാസ്റ്റിംഗ് കേട്ടോ. ഈ നമ്മൾ ഭയങ്കര റെയർ സൂപ്പർ എന്ന് പറയുന്ന മെയിൻ ലൈൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിലും നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാട്ടോ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത് കണ്ടോ, ലൈറ്റ്സ് ഒന്നും പെയിൻറ്റഡ് അല്ല, പക്ഷേ ഇതുണ്ട് ഈ ഫ്രണ്ടിലിങ്ങനെ രണ്ടൊരു റെഡ് കളറിലൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാമെന്നറിയില്ല, കണ്ടോ അതെ, ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള സീറ്റ്സൊക്കെ നല്ലതായിട്ട് കാണാൻ പറ്റുമേ. ആൻഡ് ഇതിൻ്റെ ഗ്രില്ലൊക്കെ കണ്ടോ, ഇവിടെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ട് സിംഷത്സുയി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും അതിനർത്ഥം കാണാതെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ മീനിങ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കൊളോൺ ഹൈപ്പർ വാൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വലുതായിട്ട്. ആൻഡ് ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് സീറ്റ്സ് അകത്ത് ഒരു ഓഫ് വൈറ്റ്, ഒരു ക്രീം കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ സീറ്റ്സൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, ടോപ്പ് കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ്. അവിടെ ഹോട്ട് വീൽസിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ എന്തോ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, പ്രൈവറ്റൈസ് ബസ് ഇൻ സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ബോഡി വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ്. ആൻഡ് ഇതിൻ്റെ വീൽസ് നോക്കുകയാണെങ്കിൽ വീൽസ് ഒരു വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാഗിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒന്നും പെയിൻറ്റഡ് അല്ല. യെറ്റ് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, ഒരു ബസ്സിൻ്റെ പുറകിൽ നോക്കുന്ന ഒരു ഫീലില്ലേ, സീറ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റി, അങ്ങനൊരു ഫീലുണ്ട്. എനിക്ക് ഈ കാസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് നോക്കുന്നത്, അതിൻ്റെ ഈ കാർഡൊക്കെ ഇങ്ങനെ വരുവായിപ്പോയത്, കാരണം ഞാനിതെപ്പോഴും നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കിയാൽ അറിയാം, ശരിക്കും നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരു ബസ് നോക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. അപ്പം പെയിൻറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അവർക്ക് ലൈറ്റ്സൊക്കെ പെയിൻറ്റ് ചെയ്താൽ വേറെ രക്ഷയില്ലാത്ത ഒരു വണ്ടിയാവും കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു റെഡ് കളർ കോമ്പിനേഷൻ അവർ ഇറക്കിയിട്ടുണ്ട്, സെയിം കാസ്റ്റിംഗ് ബട്ട് ഡിഫറെൻറ്റ് കളറായിട്ട്. പക്ഷെ എനിക്ക് ഈ കളർ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഒരു പ്രീമിയം ലുക്കൊക്കെ, നമ്മുടെ ഇതിലെ പോകുന്നൊരു KSRTC പോലെ ഇല്ലേ, ഈ മറ്റേ ലോഫോറൊക്കെ പോലെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.